ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡാപ്പൻസിയർ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്ന നമ്മുടെ കാഗോ കാർ വാഷ് ഇല്ലേ, നമ്മുടെ സ്റ്റീം കാർ വാഷ്, ഹോട്ട് സ്റ്റീം കാർ വാഷ് വെച്ചിട്ട് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു സ്റ്റീം ഉപയോഗിച്ചിട്ട് ഒരു 100 ഡിഗ്രിയുടെ മുകളിൽ വെച്ചിട്ട് ഒരു വാഷ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആവി വലിക്കുന്ന പോലത്തെ അതിൻ്റെ ഈ സ്റ്റീം വെച്ചിട്ടാണ് ശരിക്കും ഇത് ക്ലീൻ ചെയ്യുക, വാട്ടർ വെച്ചിട്ടല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കാഗോ വാഷ് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ. നമ്മളപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് ശരിക്കും എൻ്റെ കാർ വാഷ് ആക്ച്വലി കഴിഞ്ഞു കിട്ടാം. ഞാൻ എൻ്റെ ലേറ്റർ പാർട്ടിൽ അത് കാണിച്ചു തരാം. പക്ഷേ എനിക്ക് കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറയണമെന്ന് വെച്ചാൽ കുറച്ച് പണി കിട്ടിയത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാറിൻ്റെ കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നു ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഹോട്ട് കാർ വാഷിൻ്റെ ചെയ്യാൻ പാടും നമുക്കിപ്പോൾ എത്ര 130 ഡിഗ്രി സംതിങ്ങിനെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ അതിന് വല്ല കുഴപ്പമുണ്ടെന്നൊക്കെ ഞാൻ ഫുള്ള് സംഭവം കാണിച്ചു തരാം. അവരിങ്ങനെ ചെയ്യണേ, എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വീട്ടിലൊന്നാണ് ആക്ച്വലി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാകും. ശരിക്കും ഒരു ആഴ്ച മുമ്പ് ബുക്ക് ചെയ്തതാണ്. പക്ഷേ അതിന് ശേഷം കോവിഡ് വന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഈ ആഴ്ച ആക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 1.5 മണിക്കൂറൊക്കെ ടൈം എടുത്തു കിട്ടാം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസാണ് എനിക്ക് 2-3 ചെറിയ പണികൾ കിട്ടി കാറുമേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ ഫുൾ കാർ വാഷിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ശരിക്കും ഇവിടെ എൻ്റെ ഈ ഏരിയയിൽ ഭയങ്കര പൊടിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടായിരിക്കും ഒരു ഫ്ലാറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 2 സൈഡിൽ ഫ്ലാറ്റാണ്. അപ്പോൾ ഭയങ്കര പൊടിയാണ് ഈ ഫ്ലാറ്റ് വന്നതിന് ശേഷം. അപ്പോൾ അതുപോലെ ഇൻറ്റീരിയറിലും ഭയങ്കര പൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ഇത് ബുക്ക് ചെയ്യാൻ ഞാൻ തന്നെ കാരണം. ഞാൻ അടുത്തേക്ക് തന്നെ പ്ലാൻ ശരിക്കും അവർക്കിപ്പോൾ പ്ലാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയത് 599 പ്ലാനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡിന് ശേഷം അവരത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 699 പ്ലാനിലേക്ക് മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് 100 രൂപ കൂടിയുണ്ട്. അപ്പോൾ ആ പ്ലാനിൽ നമുക്ക് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ ഇൻറ്റീരിയർ പോളിഷിങ് വരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ബേ ഇല്ല, എഞ്ചിൻ ബേ വേണമെങ്കിൽ നമുക്ക് 999 ആയിരുന്നു. ശരിക്കും അതിപ്പോൾ ഒരു 1000 രൂപ ചില 100 രൂപ കൂടിയുണ്ടായിരിക്കും. 1099 അതിൻ്റെ ആവും. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ഡീറ്റെയിൽസ് വരുന്നത്. പ്ലാൻ്റെ റേറ്റ് കുറച്ച് കൂടിയുണ്ട്. ആപ്പിൽ അവർ മാറ്റിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അവർ വന്നപ്പോൾ പറഞ്ഞാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് നോട്ടിഫിക്കേഷൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണാത്തൊരു പോയി കാണുക. കുറച്ച് വീഡിയോസ് നമ്മുടെ എന്താ പറയുക ടാർഗറ്റ് വെച്ചത് ഫില്ലാവാനുണ്ട് നമ്മുടെ ലൈക്സിൻ്റെ. അതുകൊണ്ട് പെൻഡിങ്ങിലാണ് പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാൻ പറയുക. അതുപോലെ ഫ്രണ്ട്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നമ്മൾ ആമസോണിൻ്റെ ഒരു സ്റ്റോറിൽ ലിങ്ക് തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി നോക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ഉള്ള അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ സംഭവം എല്ലാത്തിൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സ്ഥലത്ത് അവിടത്തേക്ക് പോകാം. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങും അതുപോലെ നമുക്ക് ആ ഫ്ലോ വഴി തന്നെ പോവാം. എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എടുക്കുന്നത് ശരിക്കും ആക്ച്വലി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മറ്റേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ ആക്ച്വലി കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ പ്രോസസ്സിൽ അവർ ചെയ്ത പോലെ നോർമലായിട്ട് കണ്ടിട്ട് പോകാം. എങ്ങനെ ചെയ്യണം, എത്ര ടൈം എടുക്കുക എന്നൊക്കെ നോക്കിയിട്ട് പോകാം. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതിന് ക്ലീൻ ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. ഇത് ഈ പൊടിയൊക്കെ അപ്പോൾ ആദ്യം വന്നേക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര പൊടി, ഒരു രക്ഷയില്ല. ഇവിടെ ഈ എസറ്റ് ഹോമിൻ്റെ ഫ്ലാറ്റ് 2 സൈഡിലും വന്നിട്ട് ആകെ പൊടി, അവിടെ ഇരിക്കാൻ പറ്റാത്ത അത്രയ്ക്കും പൊടിയാണ്. ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പൊടി, ചെറിയ പൊടിയൊക്കെ കാണാം. ഉള്ളിൽ കറക്റ്റായിട്ട് പോളിഷൻ ചെയ്തിട്ടുണ്ട്. അവർ ഫുൾ ഉള്ളിൽ അടിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഒരു സ്മെല്ലിൻ്റെ അവരുടെ കാഗോയുടെ ഒരു സ്മെല്ലിൻ്റെ റിഫ്രഷറിൻ്റെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഇവിടെയൊക്കെ പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും ഇവിടേക്ക് ഈ നമ്മുടെ മറ്റേ രോമം പറന്ന് കയറിയിട്ടുണ്ട്. നിറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സീറ്റും എല്ലായിടത്തും കഴുകിയിട്ടുണ്ട്. എനിക്ക് പണി കിട്ടിയത് ഇവിടുത്തെ ഇവരുടെ ആ സ്പ്രേ അടിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു നോബുണ്ട്. എനിക്കിവിടെ ഒരു നോബ് പോലെ കാണാം, അത് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്കത് വേറെ വയ്ക്കണം. അത് ഇതാണ് ഇവരുടെ ഈ വൈദ്യുതിയുടെ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഒരു ഹാർഡായിട്ടുള്ള സ്റ്റെപ്പ്. ഇത് ഓൾറെഡി ചെറുതായിട്ടൊരു ലൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അതുകൊണ്ടായിരിക്കും പൊട്ടിപ്പോയത്. പക്ഷേ ഇതിന് വലിയ റേറ്റ് ഒന്നും വരില്ല. ആ സാധനമാണ്, അങ്ങനെ ഒരു സിൽവറൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മാറ്റ ടൈപ്പ് അത് ഇവിടുത്തെ പൊട്ടിപ്പോയി. പിന്നെ ഇതിവിടെ സ്പ്രേ അടിച്ചപ്പോൾ ഇവിടുത്തെ ഈ ക്ലോത്ത് കണ്ട, ഇവിടുത്തെ ക്ലോത്ത് നല്ല വെയിൽ വരുന്നുണ്ട്. ഇവിടുത്തെ ക്ലോത്ത് ചെറുതായിട്ടൊന്ന് ഇളകിന്നിട്ട് അത് ആദ്യം ഉള്ളിലേക്ക് കയറി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇതിപ്പോൾ സർവീസ് സെൻ്ററിൽ പോയിട്ട് അത് സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഗമ്മ എന്തായാലും ഒട്ടിച്ച് വെക്കണം. പിന്നെ അതൊക്കെയാണ് ചെറുതായിട്ട് പണി കിട്ടിയത്. പിന്നെ നമുക്ക് ഇവിടെ അടിച്ചപ്പോൾ നമ്മുടെ ഇതിൻ്റെ ചെറുതായിട്ട് ഒരു ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഇളകിപ്പോകുന്നു ചെറുതായിട്ട്. പക്ഷെ അത് വലിയ സീനില്ല, അത് ഗമ്മെന്നുകൊണ്ട് വരും. എന്ന് വെച്ചാൽ അത് കമ്പനിയുടെ അല്ല, അത് എക്സ്ട്രാ നമ്മൾ LED ആക്കി മാറ്റിയതായിരുന്നു. അതിൻ്റെ കുഴപ്പമില്ല, ഇരിക്കണൊക്കെ ഉണ്ട് കണ്ടോ. അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ കുറച്ച് ദിവസം കിട്ടി. പക്ഷേ ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിരുന്ന പോലെ ഒരു മാറ്റൊക്കെ ഫുള്ള് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഉണക്കാട്ടൊക്കെയാണ് ഉണ്ട്. ഫുള്ള് ഇവിടെ ക്ലീൻ ചെയ്ത് ഉണക്കാട്ടൊക്കെയാണ്. നമ്മൾ ഡബിൾ മാറ്റ് ഉപയോഗിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കുറച്ച് ഗ്രിപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇങ്ങനെ കിടന്നാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അലമ്പാവും. നമ്മുടെ പോപ്പി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവ അമ്മ കയറി പണിയും. പിന്നെ എൻ്റെ രോമം കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ ചളിയാക്കുകയും ചെയ്യും. ഫുള്ള് ഒരു ഓവറോൾ കാണിക്കുകയാണെങ്കിൽ
ഇതാണ് ലുക്ക് വരുന്നത് കേട്ടോ. ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ആ ബാക്കി ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോകാം.
അതിൻ്റെ ആ ലോക്ക് ഒരു സാധനം ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് അവർ പോയി. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഫസ്റ്റിൽ തന്നെ കാണിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ഇൻട്രൊഡക്ഷൻ വേറെ കഴിഞ്ഞിട്ട് എടുത്തത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് പണിയൊക്കെ കിട്ടി. എന്നാലും വലിയ കുഴപ്പമില്ല. ക്ലീനിങ്ങിൻ്റെ ഒരു എനിക്ക് പ്ലാൻ ഞാൻ വന്നത് 6,999 എന്ന് പറഞ്ഞ പ്ലാൻ എടുത്തത്. പക്ഷേ ആ പ്ലാനിന് വേർത്ത് തന്നെ ഫുള്ള് സാനിറ്റൈസും ആയിട്ടുണ്ട്, ക്ലീനും ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 യൂസ് നടക്കുമ്പോൾ ഈ പ്രൈസിന് പിന്നെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉള്ളിൽ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ചെയ്യാൻ കാരണം ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞു. അതൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ലതാണ് ക്ലീൻ ഉണ്ട്. പക്ഷേ എൻ്റെ ഏരിയയിൽ കാരണം ഈ 2 ഫ്ലാറ്റുകൾ വന്ന കാരണം ഒരു രക്ഷയില്ലാത്ത പൊടിയാണ്. ഇപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്ത് ഒരു 5 മണിക്കൂർ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പഴയ സ്ഥിതിയാവും. അതാണ് ഇപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ അങ്ങനെ ക്ലീനിങ് ചെയ്യാറില്ല. ഇപ്പോൾ ക്ലീൻ ചെയ്ത് ഭ്രാന്ത് പോകും, അത്രയ്ക്ക് പൊടിയാണ്. അപ്പോൾ ഒരു ഫുൾ കറക്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ടയറൊക്കെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നെയായിരുന്നു. ടയറൊക്കെ കറക്റ്റ് പോളിഷ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയറൊക്കെ ഫുൾ പോളിഷ് ചെയ്തിട്ടുണ്ട്.
ഉണ്ട്. അവരത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. റൂം ഫ്രഷ്നറൊക്കെ റൂം ഫ്രഷ്നറല്ല, എയർ ഫ്രഷ്നറൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡിലും ഇട്ടിട്ടുണ്ട്. നമ്മുടെ മാറ്റ് ഇട്ടിട്ടില്ല, മാറ്റ് അവർ കഴുകിയിട്ട് ഉണക്കാട്ടൊക്കെയാണ് കണ്ടു. ഫുള്ള് ഇവിടെയൊക്കെ നമ്മുടെ സ്റ്റീം വെച്ചിട്ട് അടിച്ചുവിട്ടു. അത് കാരണം അതുപോലെ നമ്മുടെ വേറൊരു കാര്യം പറയാനുള്ളത്, ശരിക്കും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവിടെ നമ്മുടെ ഇതിൻ്റെ ഒരെണ്ണം പൊട്ടിപ്പോയി, ഈ സാധനമാണ് പൊട്ടിപ്പോയിന്നുള്ളത്. അപ്പോൾ ഇതെനിക്ക് എക്സ്ട്രാ വേറെ വെക്കണം. അത് എന്തായാലും ചിലപ്പോൾ ചെറിയൊരു പ്രൈസ് വരുന്നുണ്ടായിരിക്കുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും അവർ സ്റ്റീം ചെയ്തിട്ട്, അത് കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ പൊടികളും കാര്യങ്ങളൊക്കെ സാനിറ്റൈസ് ആയിട്ടുണ്ട്, നിറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊക്കെ ആയിട്ട് അത് കാരണം കുറേ പൊടിയൊക്കെ പോയി. എന്ന് വെച്ചാൽ ഇതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റത്തല്ല നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ മാറ്റാറുള്ളൂ. അപ്പോൾ ഈ ശരിക്കും പൊടിയുള്ള ഏരിയയിലൊക്കെ ഇതിനുള്ളിൽ കയറിയിരിക്കും. അതൊരു നല്ല കാര്യമായിരിക്കും തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഒരു വേർത്താന്ന് എനിക്ക് തോന്നുന്നു. ഹോസോനെ വെച്ച് നോക്കുമ്പോൾ ഹോസോന് എന്നാലും ഒരു ഓൾമോസ്റ്റ് പകുതി പ്രൈസേ വരുന്നുള്ളൂ. പക്ഷേ ഇത്രയ്ക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല അവർ. പിന്നെ ഇതിൻ്റെ ഈ ടയറിൻ്റെ ഈ താഴെയും ഉള്ളിലൊക്കെ ആയിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസോക്കാരതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് കുറച്ച് എനിക്ക് മാറ്റം തോന്നിയത്. ബാക്കി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഒക്കെ സെയിം തന്നെയാണ്. രണ്ടും എന്തായാലും ഓവറോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ഇതിൻ്റെ പ്രൈസ് ഒരു 999 പ്ലേസ് ആണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വേർത്താന്ന് തോന്നുന്നില്ല. പക്ഷേ 699 പ്ലാൻ വലിയ മോശമല്ല. അത് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.